You are watching Reporter Evening Show. ഇറക്കി കളം നിറഞ്ഞ BJP ക്യാമ്പ് സുനിൽകുമാറിനായി സുനിലേട്ടന് ഒരു വോട്ട് എന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, TN പ്രതാപന് വേണ്ടി തൃശ്ശൂരിൽ ചുവരെഴുത്തുകളുടെ ബഹളം. എല്ലാത്തിനും ഒടുവിൽ തൃശ്ശൂരിലെ പൂർണ്ണ ചിത്രത്തിൽ ആരൊക്കെയായിരിക്കും? N. ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, പ്രിൻറ്റു മഹാദേവ്, BJP എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം പ്രിൻറ്റു മഹാദേവ്, അല്പം മുമ്പ് ഞങ്ങളുടെ കോഴിക്കോട് പ്രതിനിധി VS രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ നേരത്തെ BJP പ്രഖ്യാപിക്കുന്നു. അതിൽ 4 എണ്ണം കേരളത്തിൽ നിന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് BJP വിജയസാധ്യതയുള്ളതായി കാണുന്നത് തൃശ്ശൂരാണ് എന്നുള്ളതാണ്. തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമോ എന്നുള്ള ചോദ്യം നമ്മൾ തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പുകളായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി മുൻനിർത്തി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നേരത്തെ നയിക്കാൻ BJP തയ്യാറായി കഴിഞ്ഞു. പ്രിൻറ്റു മഹാദേവിലേക്ക് പോകുന്നതിന് എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ട്? പ്രിൻറ്റു മഹാദേവ്, താങ്കൾക്ക് കേൾക്കാമോ? എന്റെ ചോദ്യം, BJP തയ്യാറായി കഴിഞ്ഞു സുരേഷ് ഗോപിയെ ഇറക്കാൻ? ചോദിച്ച ചോദ്യം BJP മുന്നൊരുക്കം തുടങ്ങിയെന്നാണ്. തീർച്ചയായും സാർ. ഒന്ന്, തൃശ്ശൂർ പാർലമെന്റ് വളരെയധികം BJP പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു പാർലമെന്റ് സീറ്റാണ്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്ന ഒരു സീറ്റാണ് തൃശ്ശൂർ പാർലമെന്റ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, BJP ആദ്യമായി പ്രഖ്യാപിക്കുന്ന 100 സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ആയിരിക്കുമെങ്കിൽ അതിൽ സുരേഷ് ഗോപി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്കും ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കും ആർക്കും സംശയമൊന്നുമില്ല. കാരണം സുരേഷ് ഗോപിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തൃശ്ശൂരിലെ ജനത സുരേഷ് ഗോപിയെ കാത്തിരിക്കുകയാണ്. കാരണം 2 തവണ തൃശ്ശൂരിലെ ജനതയ്ക്ക് അബദ്ധം പറ്റി. ഈ അബദ്ധം തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് തൃശ്ശൂർക്കാർക്കുള്ളത് എന്നുള്ളൊരു വസ്തുത. 3 കാര്യങ്ങളാണ് ഞങ്ങളെ തൃശ്ശൂരിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറയുമ്പോൾ ആറ്റിങ്ങലിൽ പ്രതീക്ഷയില്ല എന്നുണ്ടോ പ്രിൻറ്റു മഹാദേവ്? അങ്ങനെയല്ല സാർ. അതിനൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് അറിയായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഈ വോട്ട് പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് ആദ്യം റിസൾട്ട് വരുന്ന മണ്ഡലം തൃശ്ശൂർ ആയതുകൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറയാനുള്ളൊരു കാരണം. ആറ്റിങ്ങലും ജനസംഖ്യ ആനുപാതികം നോക്കുകയാണെങ്കിൽ അതിന് ശേഷമായിരിക്കും ആറ്റിങ്ങലും തിരുവനന്തപുരത്തും ഒക്കെ BJP അക്കൗണ്ട് തുറക്കുക. ജനസംഖ്യ നോക്കുന്ന സമയത്ത് ആദ്യമായി റിസൾട്ട് വരുന്ന സ്ഥലം എന്ന രീതിയിൽ BJP ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കുന്ന കേരളത്തിൽ NDA അല്ല BJP. NDA അക്കൗണ്ട് തുറന്നിട്ടുണ്ടല്ലോ സാർ, PC തോമസ് മുൻപ്. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ട് തുറക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. BJP അക്കൗണ്ട് തുറക്കുന്ന ആദ്യത്തെ റിസൾട്ട് വരുന്ന സമയത്ത് അത് തൃശ്ശൂരായിരിക്കും. അതിൽ 3 കാര്യങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ. രണ്ടാമത്, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഫാക്ടർ. മൂന്നാമത്, സുശക്തമായിട്ടുള്ള BJPയുടെ സംഘടന സംവിധാനം തൃശ്ശൂരുണ്ട് സാർ. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് ചെറിയ രീതിയിൽ 2 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള ചെറിയ വീഴ്ചകളും പാളിച്ചകളും ഒക്കെ തിരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനം ഞങ്ങൾ ഒരു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ തിരുത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങളുടെ പ്രവർത്തകർക്കുണ്ട്. ആ ആത്മവിശ്വാസത്തിന് കരുത്തു പകരാൻ 2 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നു. നോക്കണം, ഈ 20-ാം തീയതിക്കുള്ളിൽ 2 തവണ തന്നെ വന്നല്ലോ. ഒന്ന് തൃശ്ശൂരും വന്നു, ഗുരുവായൂരും വന്നു. അപ്പോഴൊക്കെ തന്നെ അവിടെ കൂടിയിട്ടുള്ള ജനസഹസ്രങ്ങൾ നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും അർപ്പിച്ചിട്ടുള്ള ആത്മവിശ്വാസവും വിശ്വാസവും തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റിനകത്ത് ഞങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഈ ക്രമാനുഗതമായിട്ടുള്ള BJPയുടെ വളർച്ച പരിശോധിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. 2009 ഇലക്ഷനിൽ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 6.9%. 2014 BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 11.9%. പിന്നീട് സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 29%. കേവലം 16 ദിവസമാണ് സാർ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ. എന്തുകൊണ്ട് സുരേഷ് ഗോപി വിജയിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട്. 16 ദിവസം മാത്രമാണ് തൃശ്ശൂർ പാർലമെൻറ്റിനകത്ത് സുരേഷ് ഗോപി പ്രചരണത്തിന് ഇറങ്ങിയത്. എങ്കിൽ പോലും 16 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് 29% വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. സൗകര്യപൂർവ്വം മറച്ചു വെക്കുന്ന ഒരു കണക്ക് 2021 തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ കണക്കാണ്. 2021 P. ബാലചന്ദ്രനാണ് അവിടെ നിന്ന് വിജയിക്കുന്നത്.
രണ്ടാം സ്ഥാനത്തെത്തിയത് പത്മജ വേണുഗോപാലാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപി എത്തി. അവസാനത്തെ തെരഞ്ഞെടുപ്പ് 3000-ഓളം വോട്ടിനാണ് 3000-ഓളം നമുക്ക് നിയമസഭാ വോട്ടിംഗ് പാറ്റേണും ലോക്സഭാ വോട്ടിംഗ് പാറ്റേണും ഒക്കെ രാഷ്ട്രീയത്തിൽ പരിണിതപ്രജ്ഞരായിട്ടുള്ള ഉണ്ണി സാറിനും നികേഷ് സാറിനും ഒക്കെ അറിയാലോ. വോട്ടിംഗ് പാറ്റേണും അതിൻ്റെ ട്രെൻഡും ഒക്കെ വേറെയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എന്നേക്കാൾ കൂടുതൽ രാഷ്ട്രീയ പരിജ്ഞാനവും പരിണിതപ്രജ്ഞരായ ആളുകളാണ്. ആ പാറ്റേണിനകത്ത് സ്വാഭാവികമായി നമുക്കറിയാം സുരേഷ് ഗോപി ഒരു കോവിഡ് പശ്ചാത്തലത്തിലാണ് അവിടെ ഇലക്ഷൻ വരുന്നത്. അദ്ദേഹം 7 ദിവസം, ഞാൻ ഇലക്ഷൻ പ്രചരണത്തിനുണ്ടായിരുന്ന ആളാണ്, 7 ദിവസം മാത്രമാണ് അദ്ദേഹം അവിടെ പ്രചരണം നടത്തി. അദ്ദേഹം അസുഖബാധിതനായി കോവിഡ് ബാധിച്ച് കിടക്കയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് കൃത്യമായിട്ട്. പിന്നെ പാർട്ടി പറഞ്ഞ ഒരു കാര്യം എന്ന രീതിയിൽ, അച്ചടക്കമുള്ള പ്രവർത്തകർ എന്ന രീതിയിൽ 7 ദിവസം അദ്ദേഹം അവിടെ ചെലവഴിക്കാനുണ്ടായത്. അവിടെയും അന്ന് അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ, സാങ്കേതിക കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് ചില കാര്യങ്ങൾ കൊണ്ട് BJPക്ക് ചെറിയ അത് 3000 വോട്ടിനാണ് സുരേഷ് ഗോപി അവിടെ തോൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ശരി, എൻ ശ്രീകുമാർ, ഏതായാലും തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോരാട്ടത്തിന് കാത്തു നിൽക്കുകയാണ്. ഞാൻ രാവിലെ ശ്രീ കെ മുരളീധരനോട് ചോദിച്ചു, ഇനി ഏതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കൊരു ജയസാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ LDFും UDFും മാറ്റി വോട്ട് ചെയ്യുമോ എന്ന്. അത് LDFും UDFും അങ്ങനെ ഒരു ആഹ്വാനം നടത്തേണ്ട, ജനങ്ങൾ ചെയ്തോളും എന്നുള്ളതാണ്. അപ്പോൾ BJPയെ പ്രതിരോധിക്കുന്നതിന് അങ്ങനെ ഒരു സ്ട്രാറ്റജി അറിഞ്ഞോ അറിയാതെയോ UDFിലും LDFിലും ഉണ്ടോ? ശ്രീ നികേഷ് കുമാർ, തൃശ്ശൂര് ഇന്ന് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാകാനുള്ള പ്രധാന കാരണം എന്താണ്? അവിടെ സുരേഷ് ഗോപി എന്ന ചലച്ചിത്ര താരം BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു, വീണ്ടും മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതും പ്രധാനമന്ത്രി 2 തവണ വന്നു എന്നുള്ളതുമാണ്. അപ്പൊ ഇവര് ഒരു സിനിമാ താരം BJP ടിക്കറ്റിൽ മത്സരിച്ചാൽ അവിടെ പ്രാധാന്യം കാണുകയും പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ജനനേതാക്കളായി മാറിയവർ മത്സരിക്കുന്ന മറ്റ് 19 മണ്ഡലങ്ങളിലും വലിയ സാധ്യതകൾ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ തൃശ്ശൂരിന്റെ പ്രാധാന്യം ഏത് രീതിയിലേക്കാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. ഇവിടെ ശക്തമായ മത്സരം LDFും UDFും തമ്മിലാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ ആ മത്സരത്തിലൊരു ത്രികോണ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. അതിന്റെ കാരണം സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ്. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഞാൻ പറയാൻ കാരണം, മുമ്പ് ശക്തമായ മത്സരം LDFും UDFും ആണെന്ന് എൻ ശ്രീകുമാർ പറയുമ്പോഴേ TN പ്രതാപന് ആ അഭിപ്രായം ഇല്ല. മത്സരം BJPയുമായാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അല്ല, TN പ്രതാപൻ ആദ്യം അങ്ങനെ പറഞ്ഞിരുന്നു. TN പ്രതാപൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെ UDFും BJPയും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് അദ്ദേഹം അത് ത്രികോണ മത്സരമായിരുന്നു. അതിപ്പോൾ എന്താ വെച്ചാൽ ഒരു ഘട്ടത്തിൽ അങ്ങനെ തോന്നും. കാരണം പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സുരേഷ് ഗോപിയുമായിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞേക്കാം. പക്ഷെ അവിടുത്തെ ഇത്രയും കാലം നമ്മൾ തൃശ്ശൂരിന്റെ വോട്ടിംഗ് സമ്പ്രദായമൊക്കെ കണക്കാക്കിയവരല്ലോ. തൃശ്ശൂരിലെ BJPയുടെ സ്വാധീനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് എപ്പോഴാണ്? സുരേഷ് ഗോപി വന്നപ്പോഴാണ്. അതിനു മുമ്പ് എത്രയോ പേരുടെ മത്സരിച്ചിട്ടുണ്ട്. 45,000 50,000 വോട്ടുകൾക്കൊന്നും കൂടുതൽ അങ്ങോട്ട് പോയിട്ടില്ല. സുരേഷ് ഗോപി ഇവിടെ ശ്രീകുമാർ, നമ്മൾ വിഷയത്തിലേക്ക് വന്നാൽ, ഏതായാലും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അമിത്ഷായിലൂടെ നരേന്ദ്രമോദിയിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മറ്റ് സ്ഥാനാർത്ഥികൾക്കൊന്നും കാത്തു നിൽക്കേണ്ടതില്ല. തൃശ്ശൂരേക്ക് TN പ്രതാപൻ നേരത്തെ പ്രചരണം നടത്താൻ പോയിക്കൊള്ളട്ടെ എന്നൊരു തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവൂ. ഇന്നിപ്പോൾ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവിടെ പ്രചരണം തുടങ്ങിയൊന്നും ശരിയായില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ താത്വികമായി അവിടെ പ്രചരണം നേരത്തെ തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി UDFിൻ്റെതായ ശ്രമവും LDFിൻ്റെതായ ശ്രമവും നടത്തേണ്ട സമയമായോ? അല്ല, അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് ഏതാണ്ടൊക്കെ വ്യക്തമായ സാഹചര്യത്തില് തൃശ്ശൂരിൽ പ്രധാനമാണെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ പിന്നെ കോൺഗ്രസിൻ്റെതായ ഒരു പ്രാഥമികമായ പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു. അതുപോലെ തന്നെ LDFും തുടങ്ങിയിട്ടുണ്ട്. കാരണം VS സുനിൽകുമാറാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അവരും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രാധാന്യം വരാൻ കാരണം പ്രധാനമന്ത്രി 2 തവണ അടുപ്പിച്ചടുപ്പിച്ച് വന്നതുകൊണ്ടാണ്. പക്ഷേ നോക്കൂ നികേഷ്, നമ്മുടെ കേരളത്തെ പോലുള്ള സംസ്ഥാനത്തെ ഒരു പ്രധാനമന്ത്രി ഏതെങ്കിലും ചടങ്ങിൽ വന്നു, അല്ലെങ്കിൽ ശ്രീരാമനെ കുറിച്ചുള്ള അവദാനങ്ങൾ വാഴ്ത്തി തൃപ്രയാറിൽ പോയി തൊഴുതു, ഇതൊക്കെ കൊണ്ട് വോട്ട് മാറുമെന്നൊക്കെ ചിന്തിക്കുന്ന എന്തൊരു പമ്പര വിഡ്ഢിത്തമാണ്. ശ്രീരാമനെ 2014 ശേഷം അല്ലല്ലോ നാട്ടിലെ ഭക്തന്മാർ കണ്ടു തുടങ്ങിയത്. തൃപ്രയാർ അമ്പലത്തെക്കുറിച്ച് തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ അറിയാം. തൃപ്രയാർ ഏകാദശി എന്നൊരു ചടങ്ങുണ്ട്. ആ അതൊക്കെ ആയിരിക്കാം. പക്ഷേ ശ്രീകുമാർ, നേരത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രിയം രാഹുൽ ഗാന്ധി ആയിരുന്നു. എല്ലാ സർവേകളും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയത് കേരളത്തിൽ നിന്ന് മാത്രമായിരുന്നു. നരേന്ദ്രമോദി തൊട്ടു പിന്നിൽ 2ാം സ്ഥാനത്തെത്തി. ഇപ്പോൾ അത് തന്നെയാണോ സ്ഥിതി 2024? അല്ല, 2024 കേരളത്തിലെ സ്ഥിതി വലിയൊരു മാറ്റം വരും. എന്താണെന്ന് വെച്ചാൽ 2019
LDF വിരുദ്ധ വികാരം ഇവിടെയുണ്ട്, പ്രത്യേകിച്ച് ഈ രണ്ടാം പിണറായി ഭരണകാലത്തുള്ളത്. അപ്പോൾ അത് UDF അനുകൂലമായി മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് പാർട്ടികളെ നോക്കിയിട്ടാണ്. പിന്നെ അവരുടെ ചില നയങ്ങളും പരിപാടികളൊന്നും ആരും നോക്കില്ല. പിന്നെ തൊഴിലിൻ്റെ കാര്യം, അങ്ങനെ ഒരുപാട് ജനകീയ വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നികേഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പുണരാനായിട്ട് വോട്ടർമാർ തയ്യാറാകുമോ? ഇത്രയും ദുരിതക്കയത്ത് നിൽക്കുന്നവർ. അതാണ് UDFന്റെ പ്രതീക്ഷ. അവിടെ നരേന്ദ്രമോദി എന്നോ പിണറായി വിജയൻ എന്നുള്ള വ്യത്യാസം ഇല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ ആര് വരുന്നു എന്നുള്ളതിനേക്കാൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കേരളത്തിലാണ്. കേരളത്തിൽ LDF ആണ് അവിടെ ഭരിക്കുന്നത്. അവരെ എതിർക്കുന്നതിൽ മുഖ്യമായ ശക്തി UDF ആണ്. അപ്പോൾ UDFനെ ജയിപ്പിക്കുക. അവിടെ പിന്നെ മറ്റുള്ള രീതിയിലേക്കൊക്കെ ശ്രീരാമന്റെ അതൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വോട്ട് ചിതറിപ്പിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. അത് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ സവർണ ഹിന്ദു സമുദായത്തിനിടയിൽ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് BJPക്ക് വോട്ട് വാങ്ങിക്കാമെന്നൊരു മനസ്സവർക്കുണ്ട്. പക്ഷെ അത് 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, അത് പരാജയപ്പെട്ടുപോയി, 3-ാം സ്ഥാനത്ത് പോയി. പ്രിന്റു മഹാദേവ് നോക്കൂ, TN പ്രതാപൻ, VS സുനിൽകുമാർ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ രണ്ട് നേതാക്കളാണ്. TN പ്രതാപനാണെങ്കിൽ അവിടെ MLA ആയും ഇപ്പോൾ MP ആയും പ്രവർത്തിച്ച് ജനങ്ങൾക്കൊപ്പമുണ്ട്. VS സുനിൽകുമാർ MLA എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിൽ തൃശ്ശൂരിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. പക്ഷെ തൃശ്ശൂരിലൂടെ കേരളം അറിഞ്ഞ വ്യക്തിത്വമാണ്. അവിടെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കെട്ടുകാഴ്ച, ഞാൻ കോട്ട്സിൽ ഇടുകയാണ് ആ വാക്ക്, കെട്ടുകാഴ്ച. അതിനകത്തൊക്കെ എന്ത് പ്രാധാന്യം എന്നുള്ളതാണ്. ഇതൊരു ഉത്തരേന്ത്യൻ പാർട്ടി, തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരാൾ തൃശ്ശൂർ മത്സരിക്കുന്നു എന്ന രീതിയിലുള്ളൊരു ക്യാമ്പയിൻ സ്വാഭാവികമായി ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നുമില്ല സാർ. അങ്ങനെ ഒരു പ്രാദേശിക വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവരാണ് തൃശ്ശൂർക്കാരെന്നുള്ള ധാരണ നമുക്ക് തെറ്റാണ്. കണ്ണൂർക്കാരനായിരുന്ന കരുണാകരൻ, അദ്ദേഹം അറിയപ്പെട്ടത് മാളയുടെ മാണിക്യമെന്നല്ലേ. കരുണാകരനെ തോൽപ്പിച്ചൊരു ചരിത്രം കൂടി തൃശ്ശൂർക്കാർക്കുണ്ടെങ്കിലും അങ്ങനെ ഒരു പ്രാദേശിക വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവരല്ല തൃശ്ശൂർക്കാർ. കാരണം സാംസ്കാരിക പ്രബുദ്ധതയുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു പ്രാദേശികമായ വികാരത്തിൻ്റെ പുറത്ത് ഈ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ ആളുകൾ എതിരാകും എന്ന് പറയുന്നതിൽ യാതൊരു സാങ്കേതികത്വമില്ല. പ്രത്യേകിച്ച് കേരളം അറിയാലോ, രാഹുൽ ഗാന്ധി വയനാട്ടിലാണ്. ശക്തമായിട്ട് കേരളത്തിനെ സംബന്ധിച്ച് പ്രിന്റു മഹാദേവ്, BJPയുടെ തൃശ്ശൂർ ജില്ലാ ഘടകം എന്താ സാർ ഞാനടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്നതാണല്ലോ ജില്ലാ ഘടകം. ഞങ്ങളുടെ പരിപൂർണ പിന്തുണയുള്ളതാണ് സുരേഷ് ഗോപിക്ക്. സുരേഷ് ഗോപി അല്ലാതെ വേറൊരു ചോയ്സ് ഞങ്ങൾക്കില്ല. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ജില്ലാ ഘടകത്തിന് താല്പര്യം എന്നുള്ള ഊഹാപോഹങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ആളുകളാണ്. ജില്ലാ ഘടകമായിക്കോട്ടെ, സംസ്ഥാന നേതൃത്വമായിക്കോട്ടെ, തൃശ്ശൂരിൽ മത്സരിക്കേണ്ട സുരേഷ് ഗോപി. കാരണം നേരത്തെ പറഞ്ഞു, ഞങ്ങൾക്ക് വിജയിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം, അനുകൂലമായ ഘടകം എന്ന് പറയുന്നത് TN പ്രതാപൻ എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ട്. അദ്ദേഹം 5 വർഷം കൊണ്ട് ഇദ്ദേഹം എന്താണ് തൃശ്ശൂർ തെരുവിന് വേണ്ടി ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ചർച്ച ചെയ്യണം. അദ്ദേഹം ആകെ ചെയ്തത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ട് മൈ റേഡിയോ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതി, അത് നരേന്ദ്രമോദിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടൊരു സ്റ്റാർട്ടപ്പ് പദ്ധതിയാണ് അദ്ദേഹം കൊണ്ടുവന്ന ഏക വികസനം. ലോകത്തെ മുഴുവൻ അറിയാലോ, ലോകം മുഴുവൻ കാതോർത്തിരിക്കുന്ന തൃശ്ശൂർ പേരൂരിൻ്റെ തൃശ്ശൂർ പൂരത്തിന് വേണ്ടി ഇദ്ദേഹത്തെ എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത്? അങ്ങനെയല്ല, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു കെ കരുണാകരൻ മാളയുടെ മാണിക്യം എന്നല്ലേ അറിയപ്പെട്ടത്. ശരിയാണ്, കണ്ണൂർക്കാരനായിട്ടുള്ള ചിറക്കൽക്കാരനായിട്ടുള്ള കെ കരുണാകരൻ പിന്നെ അങ്ങോട്ട് കണ്ണൂരേക്ക് പോയിട്ടില്ല, ചിറക്കലിലേക്ക് പോയിട്ടില്ല. അദ്ദേഹം പിന്നെ തൃശ്ശൂരുകാരനായിട്ടുണ്ട്. അദ്ദേഹം എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ ആ കാലഘട്ടത്തിൽ കരുണാകരനെ കുറ്റം പറഞ്ഞിരുന്നത് ഏതെങ്കിലും ഒരു പട്ടിയുടെ വാലിൽ മാള എഴുതി വിട്ടാൽ കരുണാകരൻ അതിന് എന്തൊക്കെ വേണോ അത് മുഴുവൻ ചെയ്തു കൊടുക്കുമെന്നാണ്. ആ നിലയിൽ മാളയെ സ്നേഹിച്ച ആളാണ്. താങ്കൾ തന്നെ ശ്രീ പ്രിന്റു മഹാദേവ് അല്പം മുമ്പ് പറഞ്ഞു, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് 7 ദിവസം മാത്രമേ പ്രചാരണം നടത്താൻ പറ്റിയുള്ളൂ, അദ്ദേഹം ശയ്യാവലംബിയായിരുന്നു, അവിടെ നിന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നത് എന്ന്. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പ്രശ്നമാണ് ശ്രീ പ്രിന്റു മഹാദേവ്. എനിക്ക് വെയിൽ കൊള്ളാൻ വയ്യ, എനിക്ക് ക്ഷീണിക്കാൻ വയ്യ എന്നുള്ളത്. അതെത്രത്തോളം കരുണാകരനുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്നതാണ്? അങ്ങനെ പറയരുത് സാർ. ഒന്ന് നോക്കൂ, സുരേഷ് ഗോപി ഈ ഇലക്ഷന് ശേഷം അദ്ദേഹം മാസത്തിൽ 2 തവണ തൃശ്ശൂർ പേരൂരിൽ വരുന്ന ഒരാളാണ്. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾ നിങ്ങൾക്കറിയാലോ. TN പ്രതാപൻ പങ്കെടുത്തേക്കാൾ കൂടുതൽ ജനങ്ങൾക്കിടയിലുള്ള പരിപാടികൾ തൃശ്ശൂർ ജില്ലയിൽ പങ്കെടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപിയാണ് സാർ. സുരേഷ് ഗോപി നോക്കൂ, അമൃത് പദ്ധതിയുടെ ഭാഗമായി 300 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് അദ്ദേഹം തൃശ്ശൂർ കോർപ്പറേഷന് വേണ്ടി നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തത്.
നോക്കണം. ഇപ്പോൾ തൃശ്ശൂർ പൂരം, തൃശ്ശൂർക്കാരുടെ പ്രധാനപ്പെട്ട വികാരമാണല്ലോ പൂരം. ഈ പൂരം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടതുപക്ഷം ചെയ്തൊരു പരിപാടിയാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കും. ആ പ്രശ്നം സൃഷ്ടിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ട് അത് പരിഹരിക്കാനുള്ള ഒരു മാർഗ്ഗം ഇതിൽ മന്ത്രിമാരെ കൊണ്ടുവരും, പ്രശ്നം പരിഹരിക്കുമെന്ന് കാണിക്കും. നോക്കൂ, ആനയുടെ പേരിൽ വിവാദമുണ്ടായി, അതിനുശേഷം വെടിക്കെട്ടിൻ്റെ വിവാദമുണ്ടായി, ഇപ്പോൾ നോക്കൂ ലേലവുമായി ബന്ധപ്പെട്ട് ഈ 3 വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ആന നമുക്കറിയാം, ആനയുമായി വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അന്യദേശങ്ങളിൽ നിന്ന് ആനയെ കൊണ്ടുവരുന്ന പ്രശ്നമുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി പാർലമെന്റിനകത്ത് ശക്തമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് ബില്ല് പാസ്സാക്കിയിരുന്നത് സുരേഷ് ഗോപിയല്ലേ? ഞാൻ തൃശ്ശൂർ പേരൂരിന്റെ പറയില്ലേ, തൃശ്ശൂരിനെ എടുക്കാൻ വേണ്ടി വന്ന ആളാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പ്രാദേശിക വികാരങ്ങളെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു തൃശ്ശൂർക്കാരനായിട്ട് തന്നെയാണ് സുരേഷ് ഗോപി. ശരി, അങ്ങനെയാണെങ്കിൽ പ്രിന്റു മഹാദേവ്, ഇപ്പോ താങ്കൾ പറഞ്ഞു TN പ്രതാപന് എതിരായിട്ടൊരു വികാരമുണ്ട് എന്ന് പറഞ്ഞു, ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ അവിടെ TN പ്രതാപനെതിരെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഗുണകരമാകുക സ്വാഭാവികമായിട്ടും LDF ക്യാൻഡിഡേറ്റിനാണല്ലോ. രണ്ടാമത്തെ ചോയ്സായിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ അടുത്ത ചോയ്സായിട്ട് എങ്ങനെയാണ് സുരേഷ് ഗോപി വരിക? കാരണം ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം, 2019 തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം അവിടെ സുരേഷ് ഗോപിക്ക് കാഴ്ചവെക്കാനായി. ഏതാണ്ട് 2,93,000 വോട്ട്. അതിന് മുമ്പ് മത്സരിച്ച KP ശ്രീസന്റെ വോട്ടിൻ്റെ ഇരട്ടി അദ്ദേഹം അവിടെ നേടി എന്നൊക്കെ പറയുമ്പോഴും പ്രതാപനും സുരേഷ് ഗോപിയുമായുള്ള വ്യത്യാസം ഏതാണ്ട് 1,40,000-ത്തിനടുത്താണ്. അപ്പോൾ അതിനെ മറികടക്കണം, അതിനെ മറികടക്കാൻ കഴിയുന്നൊരു സാഹചര്യം തൃശ്ശൂരിൽ ഇപ്പോഴുണ്ടോ? ഉണ്ട് സാർ, അതിനുണ്ടെന്ന് പറയാൻ കാരണം ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഇന്ന് BJPക്ക് 2,42,000 മെമ്പർഷിപ്പുള്ള സ്ഥലമാണ് തൃശ്ശൂർ. അത് ഞങ്ങളുടെ ഒരു കരുത്താണ്. സ്വാഭാവികമായിട്ട് ഒരു സുരേഷ് ഗോപി ഫാക്ടർ മാത്രം കൊണ്ട് BJP വിജയിക്കുമെന്നല്ല ഞങ്ങൾ പറയുന്നത്. സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളക്കൂറുള്ള മണ്ണ് തൃശ്ശൂരാണ്. 2,42,000 മെമ്പർഷിപ്പുള്ള പ്രസ്ഥാനമാണ് BJP. 1,524 ബൂത്തുകളാണ് തൃശ്ശൂരുള്ളത്. ഈ 1,524 ബൂത്തുകളിൽ കഴിഞ്ഞ 6 മാസമായി 15,000 പ്രവർത്തകർ ഇലക്ഷൻ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു സാർ. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സുരേഷ് ഗോപി ഫാക്ടർ ഞങ്ങൾക്ക് ഗുണമാണ്, കൂടുതൽ വോട്ട് പിടിക്കാനുള്ള ആളാണ്. നമുക്കറിയാലോ, നന്മ മരം എന്ന രീതിയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ഒരു ഐഡന്റിറ്റി, കൾച്ചറൽ നാഷണലിസത്തിൻ്റെ ഐഡന്റിറ്റിയാണ് സുരേഷ് ഗോപി. യാതൊരു സംശയവും വേണ്ട. ഈ CPIക്ക് 100 പേരെ ഒരു സ്ഥലത്ത് കാണിക്കാൻ സാധിക്കും. സുനിൽകുമാർ ആയിക്കോട്ടെ, ജയപ്രവർത്തകർ അണിനിരത്താൻ CPIക്ക് സാധിക്കാറില്ല. പിന്നെ ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി എല്ലാ കാലഘട്ടങ്ങളിലും ഈ സുനിൽകുമാർ ആയിക്കോട്ടെ, രാജനായിക്കോട്ടെ, ഇപ്പോൾ ബാലചന്ദ്രനിലേക്ക് ജയിച്ചു പോകുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഞങ്ങളുടെ ശക്തി കൂടിയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. ശരി, ശ്രീ N. ശ്രീകുമാർ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിന്റു മഹാദേവ് പറയുന്നത്. അതായത് 6 മാസം മുമ്പ് തന്നെ 15,000-ഓളം പ്രവർത്തകർ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോയിരിക്കുന്നു. ഇനിയിപ്പം സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്ന് പ്രചാരണം നടത്തിയാൽ മാത്രം മതി. അതൊന്ന്. അതായത് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവർ വളരെ മുൻകൂട്ടി തന്നെ നടത്തിയിരിക്കുന്നു, ജനങ്ങളുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. 2,42,000 മെമ്പർഷിപ്പ് തന്നെ അവർക്കുണ്ട്. ഇനി ഈ സുരേഷ് ഗോപിയുടെ ഒരു താരപ്രഭാവം കൂടി ചേർന്നാൽ 1ാം സ്ഥാനത്തേക്ക് വരാം എന്നവർ വിചാരിക്കുമ്പോൾ കോൺഗ്രസ് ഭയക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ തൃശ്ശൂർ ജില്ലയിലെ 13 MLA-മാരും LDF-നൊപ്പമാണ്. LDF വലിയ തൂത്തുവാരി വിജയിച്ച ജില്ലയാണ് തൃശ്ശൂർ 2021. ആ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും ഭരിക്കുന്നത് LDF ആണ്. ഇവിടെ പ്രതിസന്ധി നോക്കൂ, പ്രതാപൻ ചിത്രത്തിലില്ല എന്ന് വരുന്നു. ഒരു പക്ഷേ ഇനിയിപ്പം LDF-ന്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയും 2ാം സ്ഥാനത്ത് സുരേഷ് ഗോപി വരികയും ചെയ്യുന്നൊരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? LDF-ഉം UDF-ഉം തമ്മിലാണ് മുഖ്യ മത്സരം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഇത്തവണ കോൺഗ്രസിന് 1 MLA-യും 12 MLA-മാർ അപ്പുറത്തുമാണ്. അതിനു മുമ്പും ഇത് തന്നെയായിരുന്ന അവസ്ഥ. അതിനുശേഷമാണ് 2016 തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയായിരുന്ന അവസ്ഥ. 12+1 ആയിരുന്നു. 2019 മുകുന്ദ, ചാലക്കുടി, തൃശ്ശൂർ, ആലത്തൂർ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അപ്പോൾ പറയും അത് രാഹുൽ ഗാന്ധിയെ പ്രതീക്ഷ അർപ്പിച്ചിട്ട് ജയിച്ചാണെന്ന് പറയും. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ആലത്തൂരൊക്കെ എന്തൊരു ഭൂരിപക്ഷമാണ് കിട്ടിയത്. അപ്പം അതും ഇതുമായിട്ട് കണക്കൂട്ടുന്ന നമ്മുടെ ആ ഒരു പഴയ കാലം പോയി ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ നമ്മുടെ തലമുറ മാറിപ്പോയി. ഇപ്പൊ ഇവര് പൂരത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പൂരമൊക്കെ ഒരു പബ്ലിസിറ്റി കാര്യത്തിൽ, രാഷ്ട്രീയമായ പബ്ലിസിറ്റി ഒക്കെ ഉണ്ടാക്കാന്നുള്ളത് ശരി തന്നെയാണ്. കാരണം തൃശ്ശൂർ പൂരത്തിന്റെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആരൊക്കെയാണ് ഇടപെടുക? മുമ്പ് കരുണാകരൻ ഇടപെട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടെ മന്ത്രിസഭാ യോഗം നടത്തിയിട്ടുണ്ട്, 3 മന്ത്രിമാരെ വെച്ചുകൊണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, CN ബാലകൃഷ്ണൻ, ഉമ്മൻചാണ്ടി തൃശ്ശൂർ യോഗം ചേർന്നിട്ട് അന്ന് മന്ത്രിയാ. VS സുനിൽകുമാർ എന്ന MLA ആണ്. അതൊക്കെ ഇങ്ങനെ പോകും. അതൊക്കെ ഒരു പബ്ലിസിറ്റിയുടെ കൂട്ടത്തിലൊക്കെ പോകും. പൂരമൊക്കെ അതുകൊണ്ട് പൂരമൊക്കെ നടത്തുന്ന കാര്യവും പെരുന്നാൾ നടത്തുന്ന കാര്യം ഇവിടെ ഇത് ഒരു പഴയ തലമുറയുടെ പഴയ കണക്കൂട്ടലായിട്ട് കാണണ്ട. നമുക്ക് കാര്യങ്ങൾ പറയുമ്പം അതിൻ്റെ അടിസ്ഥാനമായി ചില വസ്തുതകളൂടെ അവതരിപ്പിക്കാൻ കഴിയണം. വ്യക്തതയുള്ള കാര്യമാണ്. ഇപ്പോൾ 2019 താങ്കൾ വളരെ നിസ്സാരമായി പറഞ്ഞുപോയി രാഹുൽ ഗാന്ധി, അങ്ങനെയൊക്കെ പറയാം. രാഹുൽ ഗാന്ധി ഒരു വലിയ ഫാക്ടറായിരുന്നു.
ശബരിമല ഒരു വലിയ ഫാക്ടറായിരുന്നു. അപ്പോൾ ആ രണ്ട് ഫാക്ടറുകളും പ്രതാപനെന്ന് മാത്രമല്ല കേരളത്തിൽ ഉടനീളം കോൺഗ്രസിനും യു ഡി എഫിനും ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം അത്തരം ഫാക്ടേഴ്സ് നിലനിൽക്കുന്നില്ല. ഒന്ന്, രണ്ടൊരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. രണ്ട്, 2021 ഈ ജില്ല തൂത്തുവാരി LDF വിജയിക്കുന്നു, തദ്ദേശ സ്ഥാപനങ്ങളടക്കം. അത് 3. ഇനി 4ാമത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി വരുന്നു. ഇത്രയും ഘടകങ്ങൾക്ക് കോൺഗ്രസ് അവിടെ നേരിടണം, ചെറിയ കാര്യമല്ല. അല്ല, സുരേഷ് ഗോപി മുമ്പ് വന്നപ്പോഴും ഇവർ തന്നെയാണ് പറഞ്ഞിരുന്നത്. സുരേഷ് ഗോപി 2 തവണ മത്സരിച്ചപ്പോഴും ഇവരുടെ BJP പറഞ്ഞത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഇത്തവണ അക്കൗണ്ട് തുറക്കും എന്നുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും നോക്കൂ, നേരത്തെ O രാജഗോപാലിന്റെ കാര്യത്തിനകത്ത് ഇതേപോലെ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദം ഉന്നയിച്ചത്. O രാജഗോപാൽ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നു, തോൽക്കുന്നു. അവസാന ഘട്ടത്തിൽ O രാജഗോപാലിനെ നിയമത്തെ ജനങ്ങൾ വിജയിപ്പിക്കുന്നു. അതിനൊരു ഫാക്ടർ ഉണ്ടായിരുന്നു, താങ്കൾക്കറിയാം. ആ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വളരെ ദുർബലമായി പോയി, അതിൽ ചവിട്ടിക്കേറി എന്നുള്ളത്. പിൽക്കാലത്ത് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി UDF ദുർബലമാക്കി LDF ജയിച്ചു എന്നുള്ളതാണ്. നോക്കൂ ശിവകുമാർ, ഇവിടെ സുരേഷ് ഗോപിക്ക് 2019 2024 സാധ്യത എന്ന് പറയുന്നത് നരേന്ദ്രമോദി അദ്ദേഹം കാണിക്കുന്ന ജസ്റ്ററാണ്. അതായത് എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഈ സുരേഷ് ഗോപി, നിങ്ങൾ ഒരു MP ആയി ജയിപ്പിക്കുകയാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ തൃശ്ശൂരിന് കിട്ടുക ഒരു MP അല്ല, അതിനേക്കാൾ ഒരു വലിയ ഉയർന്ന പദവിയാണെന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രാതിനിധ്യം ഒരുപക്ഷെ സുരേഷ് ഗോപിയിലൂടെ ഇതായിരിക്കാം വലിയ പ്രചരണം നടത്താൻ പോകുന്നത്. നോക്കൂ, അതിനൊപ്പം തന്നെയാണ് നരേന്ദ്രമോദി അവിടെ തൃപ്രയാറിൽ പോയി ശ്രീരാമക്ഷേത്രത്തിൽ നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഫ്രീക്വൻസി. ഇതൊക്കെ ചേർത്ത് പിടിച്ചിട്ടുള്ളൊരു മസാല പാക്കേജിംഗ് ആണത്. അല്ല, ആ മസാല പാക്കേജ് കേരളത്തിൽ വർക്ക് ചെയ്യില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മന്ത്രിയെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിന്ന് കേരളീയരെ ആർക്ക് വോട്ട് ചെയ്യാറില്ല. ആര് മന്ത്രിയായാലും അവർക്ക് എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നമ്മുടെ നാട്ടിൽ അതൊരു വിഷയമല്ല. വിഷയമാണ് ചില ഘടകങ്ങളിൽ, ചില വ്യാപാരികൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ നോക്കൂ, സുരേഷ് ഗോപി 2019 16 ഒക്കെ വന്ന കാലത്തും ഇപ്പൊ അദ്ദേഹം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ അദ്ദേഹം വന്നിട്ട് ഇപ്പൊ തൃശ്ശൂർ നോക്കൂ, അദ്ദേഹം ഒരു പള്ളിയിൽ വന്നിട്ട് അവിടെ കിരീടം കൊടുക്കുന്നു. അപ്പൊ അതിനെതിരെ ട്രോളുകൾ വരുന്നു. അദ്ദേഹം ഗുരുവായൂർ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരുന്നു, പ്രധാനമന്ത്രി നേരെ തൃപ്രയാർക്ക് പോകുന്നു. ഇതൊക്കെ കാണുമ്പോഴേ ഇതൊക്കെ സാധാരണക്കാരായ ഹിന്ദുക്കളൊക്കെ വിശ്വസിക്കില്ലേ ഇത്രയും കാലം ഇല്ലായിരുന്നൊക്കെ എന്താ ഇപ്പൊ സംഭവിക്കുന്നതെന്ന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സവർണരായ ഒരു വിഭാഗം ഹിന്ദുക്കളിലെ വനിതകളുടെ വോട്ട് സുരേഷ് ഗോപി എന്നുള്ള സിനിമാ താരത്തിന് ലഭിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും എല്ലാത്തിനും കിട്ടും. അതൊരു താരാരാധനയുടെ ഭാഗമാണ്. അത് രാഷ്ട്രീയമായിട്ട് കാണാൻ കഴിയില്ല. തൃശ്ശൂരിന്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാഷ്ട്രീയമായ ഒരു മനസ്സ് തന്നെ ഉണ്ട്. കാരണം നിങ്ങൾ നേരത്തെ ശ്രീ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞു പഞ്ചായത്തുകളുടെ കാര്യം. നോക്കൂ, പുതുപ്പള്ളിയിലെ പഞ്ചായത്തുകൾ ഭരിച്ച ആരാണ്, ജയിച്ചത് ഇപ്പൊ ആരാണ്? അപ്പൊ അതൊക്കെ അതാ ഞാൻ പറഞ്ഞ പഴയ ഘടകങ്ങൾ വെച്ചുകൊണ്ടൊന്നും നമുക്കിപ്പോ തെരഞ്ഞെടുപ്പിനെ നോക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? UDF LDF തമ്മിൽ മുഖ്യ കക്ഷികളെ മത്സരിക്കുമ്പോൾ LDF ഭരണത്തെയാണ് ആദ്യം അവർ നോക്കുക. പിണറായി വിജയന്റെ ആ ഒരു ഭരണകാലത്തെ കുറിച്ചാണ് ചിന്തിക്കുക. ഈ 2015 നടന്ന ഈ പുതുപ്പള്ളിയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടായല്ലോ. എനിക്കൊന്ന് 2020 നടന്ന 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണല്ലോ താങ്കൾ ഈ പറഞ്ഞ പുതുപ്പള്ളിയിൽ ഭൂരിഭാഗം പഞ്ചായത്തുകളും 1-2 പഞ്ചായത്തേ ഉള്ളൂ അല്ലേ പുതുപ്പള്ളിയിൽ UDFന്റെ കയ്യിൽ, ബാക്കി പഞ്ചായത്തുകളെല്ലാം LDFന്റെ കയ്യിലായിരുന്നു. പക്ഷേ ആ മത്സരവും വളരെ ടൈറ്റായിരുന്നു. ഉമ്മൻചാണ്ടി വളരെ ശക്തമായ മത്സരം നേരിട്ടൊരു വർഷമാണ്. നമുക്ക് ആ തർക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിൻറ്റു മഹാദേവിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. പ്രിൻറ്റു, ഇപ്പോൾ നമുക്ക് ഇപ്പം ആവർത്തിച്ച് നമ്മുടെ ശ്രീകുമാർ പറയുന്നൊരു കാര്യമുണ്ട്, അവിടുത്തെ ഒരു സവർണ ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്കിലേക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ട് ബാങ്കിലേക്ക് സുരേഷ് ഗോപിക്ക് കടന്നു കയറാൻ കഴിയും, അങ്ങനെ ഒരു സ്വാധീനമുണ്ട് എന്ന് പറയുന്നു. നിശ്ചയമായും സാമുദായിക സമവാക്യങ്ങൾ വളരെ പ്രധാനമായ ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ മണ്ഡലം. നമുക്ക് ഞാൻ ഉന്നയിക്കാൻ പോകുന്ന മണിപ്പൂർ വിഷയമാണ്. പക്ഷേ അതിൻ്റെ ഈ മണിപ്പൂരിലെ വിഷയത്തിലേക്ക് താങ്കൾ പോകരുത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ഹിന്ദു വോട്ട് ബാങ്ക് കഴിഞ്ഞാൽ ഏറ്റവും സുശക്തമായ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ്. ആ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ ഈ മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ ഏറ്റവും പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള 2 വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. ക്രിസ്ത്യാനികളിലേക്ക് ഒരു ഇൻറോഡ് ഉണ്ടാക്കാൻ BJP ശ്രമിക്കുകയും ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തിരുന്നു. ആഫ്റ്റർ മണിപ്പൂർ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പം ദീപിക എഡിറ്റോറിയൽ എഴുതുന്നു, KCBC പരസ്യമായി പ്രസ്താവനകൾ നടത്തുന്നു, മെത്രാനച്ചന്മാരൊക്കെ വന്ന് നിന്നിട്ട് ഈ മണിപ്പൂർ വിഷയത്തിൽ എതിർപ്പ് പ്രഖ്യാപിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത അടഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ ഈ സാമുദായിക സമവാക്യങ്ങളും ഇപ്രാവശ്യം നിങ്ങൾക്ക് അനുകൂലമല്ല. അല്ല സാർ, ഉണ്ണി സാർ, ഈ ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ ഒരു അപ്പർ ക്ലാസ് പൊളിറ്റിക്സ് ഉള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ മണ്ഡലമാണ്. ഇവർ പറഞ്ഞ സവർണ അപ്പർ ക്ലാസ് ആയിട്ടുള്ള സ്ത്രീകൾ നിൽക്കുന്നു എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ ഏകദേശം ഒരു 12 ഡിവിഷനുകളാണ് സാർ.
അതേസമയത്ത് നിങ്ങൾ നാട്ടിക, ചാവക്കാട്, ഗുരുവായൂർ, ഇങ്ങനെയുള്ള വാടാനപ്പള്ളി ഇങ്ങനെയുള്ള പ്രദേശങ്ങൾക്ക് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് ഫിഷർമാൻ കമ്മ്യൂണിറ്റി, അതോടെ തന്നെ KPMS, SNDP. ഏറ്റവും ഹിന്ദു സമുദായത്തിലെ ഏറ്റവും ഭൂരിപക്ഷം ആളുകൾ സമുദായ സംഘടന SNDP ആണ്. SNDPയുടെ പരിപൂർണ്ണ പിന്തുണയുള്ള പ്രസ്ഥാനം BJP ആണ്. അതുപോലെ KPMSന് ശക്തമായ സ്വാധീനമുള്ള സ്ഥലമാണ്. KPMSന്റെ ശക്തമായിട്ടുള്ള പിന്തുണയുള്ള പ്രസ്ഥാനം, നമുക്ക് KPMSന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം കഴിഞ്ഞ തവണ സംസ്ഥാന പ്രസിഡന്റായിരുന്ന TV ബാബു അടക്കം BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് 30,000 വോട്ട് നേടിയത് നിങ്ങൾ കഴിഞ്ഞ ഇലക്ഷനിൽ അറിയാം, നിയമസഭയിൽ. പിന്നെ അതേപോടൊപ്പം തന്നെ ഈ തീരദേശ മേഖലയിലെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളെന്ന രീതിയിലുള്ള സിമ്പതിയാണല്ലോ എല്ലാ സമയത്തും പ്രതാപൻ വരാറ്. ഈ പ്രതാപൻ്റെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഒഴികെയുള്ള പ്രതാപൻ്റെ കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾ, പ്രതാപൻ്റെ വാർഡിൽ പോലും BJPക്കായിരുന്നു ഭൂരിപക്ഷം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അപ്പർ ക്ലാസ് വരുന്ന ഒരു കമ്മ്യൂണിറ്റി മാത്രമാണ് BJPക്ക് ഒപ്പം എന്നുള്ളത് ശ്രീകുമാർ സാറിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണം തികച്ചും തെറ്റാണ്. നിങ്ങൾ തൃശ്ശൂരിൻ്റെ ഒരു സാമുദായിക അവസ്ഥകൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷത്തിൽപ്പെടുന്ന SNDP അടക്കം, KPMS അടക്കം, തീരദേശ മേഖലയിലെ ഫിഷർമാൻ കമ്മ്യൂണിറ്റി അടക്കം BJPക്ക് ഒപ്പം. അല്ലെ ഈ SNDPയുടെ പിന്തുണ എന്നൊക്കെ പറയുമ്പോൾ SNDP ആയിരിക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ്. SNDPയുടെ ഒരു പാർട്ടിയുണ്ടല്ലോ ഇപ്പോൾ, BDJS. അതാണല്ലോ ഈ BDJSന്റെ ശക്തി എന്ന് പറയുന്നത് SNDPയുടെ ഒരു ശക്തിയാണല്ലോ. കൊല്ലത്ത് BDJSന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? BDJSന് തന്നെ വലിയ വോട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ SNDPയുടെ ഒരു പിന്തുണ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ ആ പരസ്യമായ പിന്തുണ നൽകുമ്പോഴും ആ വിഭാഗത്തിൽ ഒരു നല്ല ശതമാനം, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 70-80% സ്ട്രോങ് സപ്പോർട്ടേഴ്സ് ഓഫ് LDF ആണ്. അവിടെ ഒന്നും ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല SNDPക്കും BDJSനും. അങ്ങനെയല്ല സാർ. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ ഈ സാമുദായികമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെയും ബൂത്ത് ലെവൽ പ്രവർത്തകരുടെയും ഒക്കെ ജാതി പറയല്ല, ഞാൻ കൃത്യമായിട്ട് നോക്കുന്ന ജാതിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ തെരഞ്ഞെടുപ്പിൽ, അതുകൊണ്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് സ്വാഭാവികമായി ഞാൻ പറയാം. ജാതീയപരമായി നോക്കുന്ന സമയത്ത് തൃശ്ശൂർ BJPയുടെ നേതാക്കന്മാർ നോക്കുന്ന സമയത്തും നിങ്ങൾ അടിസ്ഥാന വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഈ പറയുന്ന പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് BJPയുടെ മെമ്പർമാരും വാർഡ് കൗൺസിലർമാരും ഒക്കെ ഉള്ളത്. ഇപ്പോൾ അവിനിശ്ശേരി പഞ്ചായത്ത്, ഇപ്പോൾ BJP ഭരിക്കുന്ന അവിനിശ്ശേരി പഞ്ചായത്താണ്. അവിടെ 70% പിന്നോക്ക സമുദായം താമസിക്കുന്ന പഞ്ചായത്താണ് അവിനിശ്ശേരി. ഈ അവിനിശ്ശേരി പഞ്ചായത്തിൽ BJPയാണ് ഭരിക്കുന്നത് സാർ. തൃശ്ശൂർ ജില്ലയിൽ BJP ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. രണ്ടാമത് BJP ഭരിച്ചിരുന്ന പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തിരുവില്യാമല പഞ്ചായത്താണ്. ഏറ്റവും കൂടുതൽ പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് തിരുവില്യാമല മേഖല. അവിടെയും BJP ആയിരുന്നു. ലാസ്റ്റ് LDFും UDFും കൂടി സഖ്യം ചേർന്ന് അവിടെ BJPയെ പുറത്താക്കി. ആ ഫാക്ട് അവിടെ നിൽക്കട്ടെ. അങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നോക്ക മേഖലയിൽ ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള പ്രസ്ഥാനം BJPയാണ് സാർ. നോക്കൂ, BJPക്ക് വേണ്ടിയിട്ട് ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഘർഷങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ നോക്കുന്ന സ്ഥലം കോസ്റ്റൽ മേഖല, കൊടുങ്ങല്ലൂർ പോലെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വാധീനമുള്ള സ്ഥലം. ഇപ്പോൾ കൊടുങ്ങല്ലൂർ നമ്മുടെ മണ്ഡലത്തിൽ അത് പാർലമെന്റിന്റെ ഭാഗമല്ല. അവസാനമായി ശ്രീകുമാർ, ആ നിലയിൽ എല്ലാ മേഖലകളിലേക്കും കടന്നു കയറാൻ BJPക്ക് ആയിട്ടുണ്ട്. ഒരു പരിശോധന വേണമല്ലോ. BJP സ്വാഭാവികമായിട്ടും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല ഒരു ഇലക്ട്രൽ മെഷീൻ എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിട്ടുള്ളത്. അത് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അമിത്ഷാ വരുന്നു, നരേന്ദ്രമോദി വരുന്നു, ഇവിടെ അവരുടെ ബൂത്ത് ലെവലിലുള്ള പ്രവർത്തകരെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിലയിൽ എല്ലാ മേഖലയിലും കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ടാകണം. അത് എത്ര കണ്ട് വിജയിച്ചിട്ടുണ്ടാകണം ശ്രീകുമാർ? അല്ല, അവർ ശ്രമം നടത്തുന്നുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അവർ അയോധ്യയുടെ പ്രശ്നം പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെ, അല്ല അതേ സ്വഭാവത്തോട് തന്നെ അവർ ലൂർദ് പള്ളിയിലും പോവുകയാണ്. അപ്പോൾ ഹിന്ദുക്കൾ എന്താ വിചാരിക്കേണ്ടത്? ക്രിസ്ത്യാനികൾ എന്താ വിചാരിക്കേണ്ടത്? ഇത് വോട്ട് കിട്ടാനുള്ള സൂത്രമാണെന്നല്ലേ വിചാരിക്കേണ്ടത്? കാരണം BJPയെ കുറിച്ചൊരു ധാരണയുണ്ട്, ഹിന്ദുക്കളുമായിട്ട് കൂടുതൽ ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്ന്. ഇവിടെ ശ്രീ പ്രിന്റു പറഞ്ഞത് എന്താണ്? SNDPയുടെ പിന്തുണയെ കുറിച്ച് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു. NSSന്റെ പിന്തുണ അവർക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇത് രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരും. ഞാൻ പറഞ്ഞത് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ ചില സവർണ മേഖലകളിലെ താരാരാധനയുള്ള വോട്ടെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് അത് BJPയുടെ വോട്ടെന്നല്ല പറഞ്ഞത്. താരാരാധനയുള്ള വോട്ടാണ്. അവർ കോൺഗ്രസ്സുകാരാവാം, കമ്മ്യൂണിസ്റ്റുകളാവാം. അത് സവർണരായിട്ടുള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളായിക്കൂടാതൊന്നുമില്ലല്ലോ. അങ്ങനെ കുറച്ച് വോട്ടാണ് സുരേഷ് ഗോപിക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിന് കിട്ടിയത്. അതൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് സവർണർക്ക് മാത്രമാണോ സാർ? എന്ത് ബോഷ്ക നിങ്ങൾ പറയുന്നത്? താരാരാധന ഈ സവർണർക്ക് മാത്രമുള്ളതാണോ? അങ്ങനെ പറയാം. സവർണ അവർണ എന്നുള്ളൊരു ഡൈവേർഷൻ പറയല സാർ.
അല്ലല്ല, ഞാൻ സവർണ എന്ന് പറയാൻ കാരണം സവർണർ മാത്രം അങ്ങനെ താരാരാധന, ബാക്കിയുള്ളവരൊന്നും താരാധന ഇല്ലാത്തവരാണ്, അങ്ങനെയൊന്നുമില്ല. പൂർത്തിയാക്കട്ടെ. ആരാധന എല്ലാവർക്കും സാർ. അല്ല അങ്ങനെയല്ല, ഒരു സെക്കൻഡ്, അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് പോകരുത്. ഞാൻ പറഞ്ഞത് നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് സംസാരിക്കണം. സവർണ വിഭാഗത്തിന്റെ താരാരാധന എന്ന് പ്രത്യേകം പറയാൻ കാരണം മറ്റുള്ളവർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നർത്ഥമില്ല. ഞാൻ അതിലത്തെ രാഷ്ട്രീയമാണ് പറയുന്നത്. രാഷ്ട്രീയം പറയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് പറയേണ്ടി വരും. നമ്മളെ വെറുതെ പരത്തിയടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സൂക്ഷ്മമായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അല്ലാണ്ട് അവിടെ ഹിന്ദുക്കൾക്കിടയിൽ BJPക്ക് സ്വാധീനമില്ല എന്ന് പറയാനാണ് ഞാനത് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചത്. എൻ ശ്രീകുമാർ, ഒപ്പം തന്നെ ശ്രീ പ്രിന്റു മഹാദേവ്, നന്ദി സഹകരിച്ചതിന്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതായാലും ലോക്സഭയുടെ അല്ലയോലികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ 3 മുന്നണികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങി BJPയുടെ ഏറ്റവും ഉയർന്ന നേതാക്കൾ തൃശ്ശൂരിൽ കേന്ദ്രീകരിക്കുന്നു. ഒപ്പം തന്നെ ഇന്നിപ്പോൾ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് തൃശ്ശൂരിലെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നു, ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ TN പ്രതാപൻ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ചതുകൊണ്ട് TN പ്രതാപൻ അവിടെ തുടരുകയും ചെയ്യുന്നു. You are watching Reporter Evening Show.